30 വയസ്സ് കഴിയാതെ കല്യാണം കഴിക്കരുത് എന്നോട് പറഞ്ഞു. അതാ 29, 30 ആകുമ്പോൾ മാത്രമേ കല്യാണം കഴിക്കാൻ പാടുള്ളൂ. നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്യണം. കാരണം അവരും നേരത്തെ കല്യാണം കഴിച്ച ആളാണ്. സാർ നേരത്തെ കല്യാണം കഴിച്ച ആളാണ്. അപ്പം അവരുടെ ലൈഫ് കുറെ കാര്യങ്ങളൊന്നും എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. ആ ഒരു ബാച്ചിലർ ടൈമിൽ കുറെ കാര്യങ്ങളുണ്ടല്ലോ, അതൊന്നും മിസ്സാക്കരുത് ലൈഫിൽ. അതെ, ഞാൻ കറക്റ്റ് 29 ആയപ്പോ ഞാൻ കിട്ടി. അതെ നോക്കിയത് അങ്ങനെ അത് അങ്ങനെ സംഭവിച്ചു. കറക്റ്റ് ഏജ് ആയപ്പോ സംഭവിച്ചു. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. അതൊരു കറക്റ്റ് ഒരു ഫാൻ ബോയ് മൊമെന്റ് ആയിരുന്നു. അല്ല അതെന്നൊക്കെ പറഞ്ഞ എനിക്ക് തോന്നുന്നു ലൈഫ് ലോങ് നമുക്ക് മൈൻഡിൽ വെക്കാം. നമ്മള് എല്ലാരും ആഗ്രഹിക്കൂലേ കൈയൊക്കെ വരച്ചില്ലേ ഇങ്ങനെയൊക്കെ. കൈന്റെ അല്ല, നമുക്കത് എന്താ ഇവിടെ നടക്കുന്നത് അത് നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല. അത് ഭയങ്കര ഒരു ഫീൽ ആയിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ അത് ഇവരൊന്ന് കാരവാനിലൊന്നും കയറി. നമ്മളൊക്കെയാണ് കാരവാനിൽ ഇരിക്കുന്നത്, ഇവരൊക്കെ പുറത്താണ്. എപ്പോഴും ഇങ്ങനെ പുറത്തിരിക്കും. ഒരു ചെയറിൽ, ഒരു സൈഡിൽ, ഒരു കോർണറിൽ ചെയറൊക്കെ ഇരുന്ന് ഒരു ചായ കുടിച്ച് അങ്ങനെ ഇരിക്കും. എല്ലാരും ഒബ്സർവ് ചെയ്യും. ഇപ്പൊ നമ്മളെ കണ്ടത് എപ്പോഴും ചിരിക്കും. പക്ഷെ നമുക്കൊരു പേടി ഉണ്ടാവും, പോയി ഇരുന്നിട്ട് മിണ്ടാൻ പറ്റുമോ, സംസാരിക്കാൻ പറ്റുമോ എന്നൊക്കെ. പക്ഷെ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ചില്ലായിട്ട് ചെയർ ഇട്ട് തരും, ഇരിക്കാൻ പറയും, സംസാരിക്കാൻ പറയും, ഒരുപാട് കാര്യങ്ങൾ. അത് അങ്ങനെ സ്പെൻഡ് ചെയ്യുമ്പോഴേ അറിയുള്ളൂ ഇവരൊക്കെ ക്വാളിറ്റി എന്താണെന്ന്. റിയൽ ലൈഫിൽ നമ്മൾ കാണുമ്പോഴാണ് അതിന്റെ വ്യത്യാസം മനസ്സിലാവുള്ളൂ. നമ്മള് ഫിലിംസിലല്ലേ കാണുന്നുള്ളൂ. ബട്ട് സ്റ്റിൽ പറഞ്ഞേ ശരിയാട്ടോ, വിജയ് എന്ന് പറയുന്ന ആളും സൂര്യ, ഇവരൊക്കെ നമ്മളുടെ അടുത്ത് ബോയ് നെക്സ്റ്റ് ഡോർ പോലെ അത്രയും അടുത്ത് നമുക്ക് അറിയാവുന്ന ഒരാൾ പോലെയാണ്.